Hello students, welcome back to another session. So in this session, we are going to start our new chapter. So you will be familiar with the terms of this chapter, is it? Coal and petroleum. So what do you mean by coal and petroleum? We have heard these topics in our daily life, is it? അല്ലേ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കേട്ട് കൊണ്ടിരിക്കുന്ന കുറെ ടേംസ് ആണ് ഇവ. So we are going to deal with these concepts in this chapter, one of the important chapter in chemistry. So it is easy, it's one of the easiest chapter also, but there are various terms and things to be learned in this chapter. So you are ready, my dear students? You are ready? Okay, so please take your notebook and pen, start writing down the important points. So let's get started with the chapter coal and petroleum. Name of the chapter is what? Coal and petroleum. Okay, is that okay? Okay, we can just start with this chapter. Now we are going to learn some things about introduction. In introduction, what are the things that we are going to learn? Let us see. Okay, we use various materials for our basic needs. അല്ലെ, നമ്മുടെ ബേസിക് നീഡ്സിന് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് എന്തും ആയിക്കോട്ടെ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ പല സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. Some of them are found in nature and some of them have been made by human efforts. അല്ലെ, അതിൽ കുറെ നാച്ചുറലി നമുക്ക് കിട്ടുന്നുണ്ട്, ആൻഡ് അതേഴ്സ് ആർ ആർട്ടിഫിഷ്യലി അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് ആവാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പ്ലാന്റ് നട്ടു, നമുക്ക് അതിൽ നിന്ന് ഫ്രൂട്ട് കിട്ടുന്നില്ലേ, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു ഈൽഡ് കിട്ടുന്നില്ലേ? അതെങ്ങനെയാണ്? നാച്ചുറൽ റിസോഴ്സ് ആയിട്ടല്ലേ, നാച്ചുറലി അല്ലേ നമുക്ക് കിട്ടുന്നത്. വി ആർ ഗെറ്റിംഗ് വാട്ടർ, എയർ, ഇതൊക്കെ നമുക്ക് നാച്ചുറൽ നിന്നല്ലേ കിട്ടുന്ന മക്കളെ. സോ നാച്ചുറൽ ആയിട്ട് കിട്ടുന്നവയാണ് നമ്മൾ എന്ത് പറയാ? നാച്ചുറൽ റിസോഴ്സ് എന്നും. ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു മാൻമെയ്ഡ്, ഒരു ഹ്യൂമൻ എഫേർട്ട് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ആർട്ടിഫിഷ്യൽ അല്ലേ, അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് എന്ന് നമുക്ക് പറയാം അല്ലേ മക്കളെ. കോൺസെപ്റ്റ് പിടികിട്ടിയോ? വി യൂസ് various materials for our basic needs. നമ്മുടെ ബേസിക് നീഡ്സിന് വേണ്ടിയിട്ട് we use various materials അല്ലേ മക്കളെ. Some of them are found in nature and some have been made by human efforts. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നേച്ചറിൽ നിന്ന് അവൈലബിൾ ആവുന്നുണ്ട്, പക്ഷെ എല്ലാം നമുക്ക് നേച്ചറിൽ നിന്ന് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. കുറെ കാര്യങ്ങളൊക്കെ ഹ്യൂമൻ എഫേർട്സ് വഴിയായിട്ടുണ്ട്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? സിൻസ് all these are obtained from nature, they are called natural resource. അവരെ എന്താ വിളിക്കുക നമ്മള്? നാച്ചുറൽ റിസോഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. Okay, we use various materials for our basic needs. We use various resources, various things for our basic. നമ്മുടെ ബേസിക് നീഡ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്വന്തം നീഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ ഉപകരണങ്ങളും കുറെ കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? Some of them are found in nature and some have been made by human efforts. കുറച്ച് നേച്ചറിന് അവൈലബിൾ ആവുന്നുണ്ട് ആൻഡ് കുറച്ചൊക്കെ ഹ്യൂമൻ എഫേർട്സ് കാരണമായിട്ട് നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. ഹ്യൂമൻ എഫേർട്സ് കാരണമായിട്ട് നമുക്ക് പല പ്രോഡക്ട്സ്, ഇവൻ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ക്ലോത്ത്സ് ഒക്കെ എന്തൊക്കെയാണ് നമ്മുടെ ഇതിന്റെ സോഴ്സ്, നമുക്ക് എന്താ പറയാ, ക്ലോത്ത്സിനൊക്കെ സോഴ്സ്, ഇപ്പൊ കോട്ടണൊക്കെ അതിന്റെ സോഴ്സ് ഒക്കെ നമുക്ക് പ്ലാന്റ്സ് ഒക്കെയാണ്. പക്ഷെ അത് ഒരു ഹ്യൂമൻ എഫേർട്ട് വഴി നമുക്ക് സിന്തസൈസ് ചെയ്ത് ആർട്ടിഫിഷ്യലി മെയ്ഡ് ആയിട്ട് റെഡിമെയ്ഡ് ആയിട്ടുള്ള ക്ലോത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? അത് ആർട്ടിഫിഷ്യൽ പ്രോസസ് തന്നെയാണ്. അല്ലാതെ വാട്ടർ, എയർ, സോയിൽ, ലാൻഡ്, വുഡ്, ഇതൊക്കെ എങ്ങനെയാണ്? നാച്ചുറൽ അല്ലേ, നാച്ചുറലി നമുക്ക് ഇൻബിൽഡ് ആയിട്ട് കിട്ടുന്നതല്ലേ. സോ ദേ ആർ നോൺ ആസ് വാട്ട്? നാച്ചുറൽ റിസോഴ്സസ്. അതിൽ മിനറൽസ് ഉണ്ടാവാം, മെറ്റൽസ് ഉണ്ടാവാം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, സോ ഈവൻ പെട്രോളിയം ഒക്കെ നാച്ചുറൽ റിസോഴ്സ് ആണ്. നവഡേയ്സ് എന്താ പറയാ, ആരും അത് ആർട്ടിഫിഷ്യലി പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇപ്പൊ ടെക്നോളജീസ് ഒക്കെ ഉണ്ട്, ബട്ട് നാച്ചുറലി ആയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് still now. Okay, so we use various materials for our basic, നമ്മുടെ ബേസിക് നീഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും, നമ്മൾ പല വസ്തുക്കളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ മക്കളെ. Some of them are found in nature and some have been made by human efforts. Since all these are obtained from nature, they are called natural resources. എന്താണ് അതിനെ വിളിക്കുക മക്കളെ? നാച്ചുറൽ റിസോഴ്സസ്. അതിന് നമ്മൾ എന്താ വിളിക്കുക മക്കളെ? പോരട്ടെ,
നാച്ചുറൽ റിസോഴ്സസ് എന്നാണ് നമ്മളെ വിളിക്കുക. സോ വി യൂസ് വാരിയസ് മെറ്റീരിയൽസ് ഫോർ അവർ ബേസിക് നീഡ്സ്. നമ്മൾ വാരിയസ് കുറെ മെറ്റീരിയൽസ് നമ്മുടെ ബേസിക് നീഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. Some of them are found in nature and some have been made by human efforts. കുറെയൊക്കെ human efforts ആയിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. And all these materials obtained from nature, അതായത് the materials or the substance obtained from nature are called natural എന്താണ്? resources. The materials or substance that are obtained from nature are called natural resources. For example, we have water and land, petroleum, etc. So these are known as what? Natural resources. ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾ എന്താ പറയാ മക്കളെ? Natural resources എന്നാണ് നമ്മൾ പറയുന്നത്. Clearly, concept video. So we use various materials for our basic needs. Some of them are found in nature and some of them have been made by human efforts. കുറച്ചൊക്കെ human efforts ആയിട്ട്. അത് നമ്മൾ human efforts ആയിട്ട് നമ്മൾ എന്താ പറയാ? Artificially അല്ലെങ്കിൽ artificial mechanismത്തിലാണ് നമ്മൾ പറയുന്നത്. And since all these things are obtained from where? Nature നിന്ന് obtain ചെയ്തതാണെങ്കിൽ we call them what? Natural resources. I hope the concept is clear for you. So we call them what? Natural resources. Okay. So now let's move to the next part. Classification of resources. How we can classify resources. These are the things that we are going to learn. Classification of resources. Okay. Can air, water and soil be exhausted by human activities? I'm just asking you a question. You have already studied about water. Is water a limitless resource? This is a big question here. മക്കളെ എന്താണ് ഇവിടെ പറയുന്നത്? Can air, water and soil be exhausted by human activities? മനുഷ്യന്റെ ആക്ടിവിറ്റീസ് മൂലം എയർ, സോയിൽ, വാട്ടർ ഇത് എക്സോസ്റ്റ് ചെയ്യുമോ? നശിക്കപ്പെടുമോ? പെടും. അല്ലേ? വി നോ വാരിയസ് ഇഷ്യൂസ് ആണ് ഇപ്പൊ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോയിൽ പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്, വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവുന്നത്. നമുക്ക് there are million വാട്ടർ ഉണ്ട് നമുക്ക്, പക്ഷേ there is not a single drop to drink. ഒരു സിംഗിൾ ഡ്രോപ്പ് ഉണ്ടാവില്ല. അത്രയും വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വാട്ടർ പൊല്യൂഷൻ ആയിട്ട് ഉണ്ടാവുന്നത്. ആൻഡ് ഓൾസോ എയർ പൊല്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് പല രീതിയിലും എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഹ്യൂമൻ എഫേർട്സ് കാരണം അത് എക്സോസ്റ്റ് ആവും. ഇങ്ങനെ പോയാൽ നമ്മുടെ ബയോസ്ഫിയറിന്റെ കണ്ടീഷൻ വിൽ ബി ഡാം ബാഡ്. ഓക്കെ, അത് ഭയങ്കരമായിട്ടൊരു ബാഡ് എഫക്റ്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്. സോ അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. നമ്മുടെ എൻവയോൺമെന്റിനെ നമ്മൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം, നമ്മൾ തന്നെ അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യണം. അതർവൈസ് വി കാൺ എക്സിസ്റ്റ് ഇൻ ദിസ് വേൾഡ്. നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. എത്ര സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്തായാലും ലിമിറ്റ്. Okay, so you have already studied water about limitless resource. വാട്ടർ ഒക്കെ ലിമിറ്റ്ലെസ് റിസോഴ്സ് എന്ന് നമുക്ക് പറയാം. പക്ഷേ വാട്ടർ ഉണ്ടായിട്ട് കാര്യമില്ല, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അത് നമുക്ക് കുടിക്കാനായിക്കോട്ടെ, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അത് ഇങ്ങനെ ആയാൽ പൊല്യൂട്ടഡ് ആണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. സോ ദീസ് ആർ ദ മെയിൻ പ്രോബ്ലംസ് ദാറ്റ് ഈസ് ഫേസ് ഹിയർ. സോ യു ഷുഡ് ബി a person who should control, you should try to control. You are the upcoming generation. So you need to be over proving that you need to conserve the nature. Okay, so this is a brief introduction about this chapter. Now we can reach the main point. Okay, in light of the availability of various resources in nature, natural resources can be broadly classified into two kinds. Our natural resources, നമ്മുടെ natural resources എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് മക്കളെ? Natural resources
In light of the various sources in nature, natural resources can be broadly classified into two. രണ്ടായിട്ടാണ് നാച്ചുറൽ റിസോഴ്സസ് ക്ലാസിഫൈ ചെയ്യുന്നത്. ടു ടൈപ്സ് ആയിട്ട്. എന്തൊക്കെയാണ്? ദ ലൈറ്റ് ഓഫ് അവൈലബിലിറ്റി ഓഫ് വാരിയസ് റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസ് രണ്ട് തരത്തില്. എന്തൊക്കെയാണ്? ഇൻഎക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസും എക്സോസ്റ്റബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സും. ഒന്ന് നമ്പർ 1 എന്താണ്? ഇൻഎക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ്. രണ്ട് എന്താണ്? എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ്. എന്തൊക്കെയാണ്? ഇൻഎക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, എക്സോസ്റ്റബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. രണ്ട് തരത്തിലാണ് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്താണ് മക്കളെ? ഇൻഎക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സും അതേപോലെ എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. എന്തെങ്കിലും ഒരു പിടി കിട്ടിയോ? ഇൻഎക്സോസ്റ്റബിൾ എക്സോസ്റ്റബിൾ ആയിട്ട് നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ, ഇൻഎക്സോസ്റ്റബിൾ എന്ന് പറയുമ്പോൾ അത് എക്സോസ്റ്റ് ആവുന്നില്ല, അത് നശിക്കുന്നില്ല എന്നൊരു അർത്ഥം പറയുന്നത്. എക്സോസ്റ്റബിൾ ആണ്, അത് നശിക്കും, അങ്ങനെ ഒരു ടെൻഡൻസി നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓവർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആ കാരണമാണെങ്കിൽ ഇത് രണ്ടും എക്സോസ്റ്റബിൾ ആവും. ഇൻഎക്സോസ്റ്റബിൾ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് എക്സോസ്റ്റബിൾ ആയിട്ട് മാറും. അപ്പോൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കുറയ്ക്കാൻ ശ്രമിക്കാം. സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് അത് എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, സോ ഇൻഎക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സും എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ അല്ലേ മക്കളെ? സെറ്റിൽ അല്ലേ? യു റെഡി? ഓക്കെ, നമ്മൾ പഠിക്കാണ് ഇൻഎക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സും എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സും. ഇവിടെ ഇൻഎക്സോസ്റ്റബിൾ ആണ് നമ്പർ 1. നമ്പർ 2 is exhaustible natural resources. Let's learn that. These resources are present in unlimited quantity in nature and are not likely to be exhausted by human activities. അതെന്തൊക്കെയാണ് മക്കളെ? സൺലൈറ്റും എയറും. കണ്ടോ? എന്താണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ടും എന്നാലും നശിക്കാത്തത്? എന്താണ്? സ്പേസിൽ പുറത്തായോണ്ടാണ് സൺലൈറ്റ്. ഓക്കെ, അപ്പം എയർ നശിക്കാം. ഓക്കെ, നമ്മുടെ ആക്ടിവിറ്റീസ് പോലെ എയർ നശിക്കാം. ഓക്കെ, ബട്ട് വി നീഡ് ടു ബി കെയർഫുൾ. സോ വാട്ട് ആർ ദേ? സൺലൈറ്റ്, എയർ. These are the examples for what? എന്തിന്റെ എക്സാമ്പിൾ ആണ് മക്കളെ? Inexhaustible natural resources. ക്ലിയർ ആണോ? സോ വാട്ട് ആർ ദ എക്സാമ്പിൾ? സൺലൈറ്റ്, എയർ. സൺലൈറ്റും എയറുമാണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ദീസ് റിസോഴ്സസ് ആർ പ്രസന്റ് ഇൻ അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി ഇൻ നേച്ചർ. എങ്ങനെയാണ് അൺലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി? നേച്ചറിൽ അത് എങ്ങനെ അവൈലബിൾ ആണ് മക്കളത്? അത് അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിട്ടാണ് അത് അവൈലബിൾ ആവുന്നത് നേച്ചറിൽ. സോ ദീസ് റിസോഴ്സസ് ആർ പ്രസന്റ് ഇൻ അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി ഇൻ എവിടെയാണ്? നേച്ചറിൽ. ആൻഡ് നോട്ട് ലൈക്ലി ടു ബി എക്സോസ്റ്റഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. അത് അങ്ങനെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം നശിപ്പിക്കപ്പെടുന്നില്ല, അത് എക്സോസ്റ്റ് ആവുന്നില്ല. എന്തൊക്കെയാണ് അവ നമുക്ക് പറയാൻ പറ്റുക? എയറും സൺലൈറ്റും. എങ്ങനെ? എയറും സൺലൈറ്റുമാണ് ഇൻഎക്സോസ്റ്റബിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇൻഎക്സോസ്റ്റബിൾ എന്താണ്? നാച്ചുറൽ റിസോഴ്സസ്. ഒന്നും കൂടി, ദ റിസോഴ്സസ് ദേ ആർ പ്രസന്റ് ഇൻ അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി. എങ്ങനെ പ്രസന്റ് ചെയ്യുന്ന മക്കളെ? അൺലിമിറ്റഡ് ആയിട്ടുള്ള, അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി. അൺലിമിറ്റഡ് മന്തി എന്നൊക്കെ നിങ്ങൾ കേൾക്കും, അതൊന്നും എഴുതി വെക്കരുത്. അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി. ക്വാണ്ടിറ്റി ഇൻ എവിടെയാണ്? നേച്ചർ. നേച്ചർ ആൻഡ് നോട്ട് ലൈക്ലി ടു ബി എക്സോസ്റ്റഡ് ബൈ എന്താണ്? ബൈ വാട്ട്? ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം അവ നശിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ എന്താണ് പറയുന്നത്? ഇൻഎക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മക്കളെ. സോ ഇതാണ് ഇൻഎക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ്. ഈ സൺലൈറ്റിന്റെ കേസിൽ അത് ഇൻഎക്സോസ്റ്റബിൾ അല്ലേ? പക്ഷേ പറയാൻ പറ്റില്ല നമുക്ക്. ആഫ്റ്റർ ബില്യൺ ഇയേഴ്സ് എഗോ അത് സൺ എന്ന് പറഞ്ഞ സ്റ്റാർ അത് ബ്രോക്ക് ആയിട്ടുണ്ടെങ്കിൽ
വി ലോസ് ദാറ്റ്. അപ്പൊ വേറെ റെപ്രസെന്റേഷൻ ആയിട്ട് വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ലൈറ്റ് കിട്ടുന്ന വേ നമുക്ക് ഉണ്ടാവും ആ ടൈം ആവുമ്പോഴത്തേക്കും. സോ ടിൽ നൗ കറന്റ്ലി അത് ഇൻഎക്സോസ്റ്റിബിൾ ആണ് നമുക്ക് പറയാം. അതേപോലെ എയറിന്റെ കേസും ഇങ്ങനെ എയർ പൊല്യൂറ്റഡ് ആയാല് എയറിന്റെ ഒരു എമൗണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുമോ, നമുക്ക് ശ്വസിക്കാനായിട്ടുള്ള ഓക്സിജനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എലമെന്റ്സ് ഒക്കെ കുറഞ്ഞു പോകും. സോ ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കൺസേൺ ടുവേർഡ്സ് ഇറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൺസേൺ ആയിട്ട് നമ്മൾ പറയുന്നത്. സോ വി ആർ ഡീലിംഗ് വിത്ത് വാട്ട് ഓൾ തിങ്സ് ഇൻഎക്സോസ്റ്റിബിൾ നാച്ചുറൽ റിസോഴ്സ് അല്ലേ. ആരെ കുറിച്ചൊക്കെ നമ്മൾ ഇതിനകത്ത് പറയുന്നത്? സൺലൈറ്റും അതേപോലെ എയറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ ദീസ് റിസോഴ്സ് എന്താണ്? അൺലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ ഉണ്ട്. നമുക്കറിയാം എയർ നമുക്ക് ഇവിടെ ഒക്കെ എയർ ഉണ്ട്, അൺലിമിറ്റഡ് ആയി നമുക്ക് എയർ ഉണ്ട്. സൺലൈറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്, ഒക്കെ നമുക്ക് അൺലിമിറ്റഡ് ആയി കിട്ടുന്നുണ്ട്. അത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം അത് അങ്ങനെ നശിക്കുന്നില്ല. അവരെയൊക്കെയാണ് നമ്മൾ ഓൾടുഗെദർ ആയിട്ട് നമ്മൾ കലക്കി അങ്ങനെ പറയാം. എന്താണ് പറയാ? ഇൻഎക്സോസ്റ്റിബിൾ നാച്ചുറൽ റിസോഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ മക്കളെ? കോൺസെപ്റ്റ് പിടികിട്ടിയോ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. ഇനി നോക്ക്, എക്സോസ്റ്റിബിൾ നാച്ചുറൽ റിസോഴ്സ്. എക്സോസ്റ്റിബിൾ എന്താണ്? നാച്ചുറൽ റിസോഴ്സ്. എക്സോസ്റ്റിബിൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പന്തികയുണ്ട്, എക്സോസ്റ്റ് ആവുന്നുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട് അല്ലേ മക്കളെ? നോക്കാം, ശ്രദ്ധിച്ചു. The amount of these resources in nature is limited. അവിടെ എന്താണ്? ലിമിറ്റഡ് ആയിട്ടാണ് ഉണ്ടാവുക. ദ എമൗണ്ട് ഓഫ് ദീസ് റിസോഴ്സസ് ഇൻ നേച്ചർ ലിമിറ്റഡ്. ഇവിടെ അൺലിമിറ്റഡ് ആണെങ്കിൽ ഇപ്പോഴത്തോ ലിമിറ്റ് ആണ്. ഇവിടെ എങ്ങനെയാണ്? ലിമിറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് നാച്ചുറൽ റിസോഴ്സ് ആണല്ലോ. എങ്ങനെയാണ്? ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ് ഇൻ നാച്ചുറൽ റിസോഴ്സ്, അവിടെയുള്ള റിസോഴ്സസ് എന്താണ്? ലിമിറ്റഡ് ആണ്. അവ എങ്ങനെയാണ് മക്കളെ ഉണ്ടാവുക? ലിമിറ്റഡ് ആണ്. They can be exhausted by human activities. ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം അവ നശിക്കപ്പെടും എന്നാണ് പറയുന്നത്. അവ എക്സോസ്റ്റ് ആവും. ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം അവ എക്സോസ്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് അത് എക്സോസ്റ്റബിൾ ഇൻഎക്സോസ്റ്റബിൾ എന്ന ഒരു വാരിയേഷൻ തന്നെ കൊണ്ടുവന്നത് കേട്ടോ. They can be exhausted by human activities. For example, ശ്രദ്ധിച്ചോ? Examples of these resources are 1. ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്, മിനറൽസ്, കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്. കണ്ടോ നിങ്ങള്? സോ എക്സോസ്റ്റിബിൾ നോക്ക് മക്കളെ. എക്സോസ്റ്റിബിൾ നാച്ചുറൽ റിസോഴ്സസ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? എമൗണ്ട് ഓഫ് റിസോഴ്സ് ഇൻ നേച്ചർ എന്താണ്? ഇത് ലിമിറ്റഡ് അല്ലേ? ലിമിറ്റഡ് ആണ് അല്ലേ മക്കളെ? ലിമിറ്റഡ് അല്ലേ? അവ അൺലിമിറ്റഡ് ആയിട്ടുണ്ടാവോ? ഇല്ല, അവ ലിമിറ്റഡ് ആണ്. അപ്പൊ അതിൻ്റെതായ ലിമിറ്റേഷൻസും അത് കാണിക്കും അല്ലേ മക്കളെ? സോ ദാറ്റ് ഈസ് ലിമിറ്റഡ്. എങ്ങനെയാണ് പറ? ലിമിറ്റഡ് ആണല്ലോ. ഓക്കെ, സോ ദേ ആർ ലിമിറ്റഡ് ആണ്. അപ്പൊ അത് ലിമിറ്റഡ് അല്ലേ? അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല ലിമിറ്റഡ് ആണെന്ന്. ഓക്കെ, ലിമിറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. നൗ they can be exhausted by human activities. എങ്ങനെയാണ്? ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം. ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം, human activities, due to human activities, it can be exhausted. ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം അവ എക്സോസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അവ എക്സോസ്റ്റ് ആവും. ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം അവ എക്സോസ്റ്റ് ആവും. നമുക്ക് ഓരോന്നിനെ എടുത്ത് പറയാനുണ്ട്. കാരണം എന്തൊക്കെയാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്ന കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദേ ക്യാൻ ബി എക്സോസ്റ്റഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. നമുക്ക് എക്സാമ്പിൾസ് ഓരോന്നായി കടക്കാം. നമ്പർ 1 ഈസ് ഫോറസ്റ്റ്. ഫോറസ്റ്റ് ഒരു വനം. അങ്ങനെ നമ്മൾ പറയുമ്പോൾ അവിടെ എന്താണ് മക്കളെ എക്സോസ്റ്റ് ആവുന്നത്? ട്രീസ് അല്ലേ? അപ്പൊ ട്രീസ്, പ്ലാന്റ്സ് ഇവയൊക്കെ ആളുകൾ പല പേർപ്പസിനായിട്ട് അവിടെ റിസോർട്ട് പണിയണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കടത്തിക്കൊണ്ടുപോകാൻ, ചന്ദനം അങ്ങനെയുള്ള മരങ്ങളൊക്കെ കടത്തിക്കൊണ്ടുപോകാൻ, പുഷ്പ ഒക്കെ സിനിമ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അപ്പൊ ഇവിടെയൊക്കെ എന്താ ചെയ്യുന്നത്? ഫോറസ്റ്റ് അങ്ങ് കട്ട് ചെയ്യുക, ഡീഫോറസ്റ്റേഷൻ ചെയ്യാം. അപ്പോ അവരെന്താ ചെയ്യുക? ഫോറസ്റ്റ് ഫുള്ള് ക്ലിയർ ആയിട്ട് അവിടെ എന്തെങ്കിലും ഒരു ഫാക്ടറി പണിയുക, അല്ലെങ്കിൽ ഒരു റിസോർട്ട് പണിയുക. അപ്പോൾ എന്താവും? നമ്മുടെ ട്രീസ്, ആനിമൽസ് ഇവരൊക്കെ അവരുടെയൊക്കെ ഒരു പ്ലേസ് നഷ്ടപ്പെടും. അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല. അപ്പൊ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ പ്ലാന്റ്സിന്റെയും ഈ ഫോറസ്റ്റിന്റെയും ഒക്കെ എമൗണ്ട് കുറയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പല തരത്തിലുള്ള സ്പീഷീസും മെഡിസിനൽ പ്ലാന്റ്സും ഇതൊക്കെ നശിച്ചു പോകുന്നുണ്ട്. അപ്പോഴോ എന്താ ഉണ്ടാവുക? ഇതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് എയറും കാര്യങ്ങളും ഒക്കെ ഇവരില്ലെങ്കിൽ ലഭിക്കുമോ?
ഏറെ ഇൻഎക്സോസ്റ്റിബിൾ ആണ്, പക്ഷെ എന്നാൽ കൂടി അത് നിങ്ങളുടെ മൈൻഡിൽ വെക്കണം. സോ ഡോണ്ട് സപ്പോർട്ട് ഫോർ എനി കട്ടിംഗ് ഓഫ് ഫോറസ്റ്റ് പ്രോസസ്. ഡീഫോറസ്റ്റേഷന് സമ്മതിക്കരുത്. എഫോറസ്റ്റ് ചെയ്യുക. പ്ലാൻ ന്യൂ ട്രീസ്, പ്ലാൻ ന്യൂ പ്ലാന്റ്സ്. ഓരോ പ്ലാന്റ് ചെയ്യുക നിങ്ങൾ മോർ ആൻഡ് മോർ ആയിട്ട്. സോ പ്ലാന്റ്സ് ആർ ഹൈലി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ലിവിങ്സ്. നമുക്ക് ബിക്കോസ് വി കൺസ്യൂം ദം. അവർ പ്രൊഡ്യൂസേഴ്സ് ആണ്, നമ്മൾ അവരെ കൺസ്യൂം ചെയ്യുന്നുണ്ട് മക്കളെ. അപ്പൊ അവർ ഇമ്പോർട്ടന്റ് ആണ്. സോ ഫോറസ്റ്റ് ഇങ്ങനെയാണ് ഫോറസ്റ്റിന്റെ പ്രശ്നം വരെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം. ഓക്കെ അല്ലേ മക്കളെ? ഫോറസ്റ്റ് ഓക്കെ അല്ലേ? ഇനി നോക്ക്, നമുക്ക് വൈൽഡ് ലൈഫ് ഉണ്ട്. എടാ, ഈ ഒരു ഫോറസ്റ്റിൽ ഒരു ട്രീ കട്ട് ചെയ്യുമ്പോ അതിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഒരു ബേർഡിന്റെ നെസ്റ്റും അതിന്റെ ഫാമിലി അവിടെ ഉണ്ടാവും. ഒരു ബേർഡിന്റെ, അതിന് വലിയ കുട്ടി, ചെറിയ പറക്കാനാവാത്ത ഒരു കിളിക്കുഞ്ഞൊക്കെ ഉണ്ടെങ്കിലോ, നിങ്ങൾ ആലോചിക്കുക, അത് കട്ട് ചെയ്യുമ്പോൾ അത് വീണ് അത് നശിച്ചു പോവില്ല, അത് മരിച്ചു പോവില്ലേ? അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ്, അവരുടെ വാസസ്ഥലമാണ് അത് നശിക്കപ്പെടുന്നത്, അല്ലേ മക്കളെ? അപ്പൊ ഇപ്പൊ നിങ്ങളെ വീട്ടിൽ നിന്ന് ആക്രമിച്ച് നിങ്ങളെ പുറത്താക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? അതേ സിറ്റുവേഷൻ തന്നെയാണ് ഒരു വൈൽഡ് ലൈഫ് ക്രീച്ചേഴ്സിനും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വൈൽഡ് ലൈഫ് ഓർഗാനിസത്തിനും ഈ സെയിം കണ്ടീഷൻസ് ആണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ ആരാണ് ചെയ്യുക? ഹ്യൂമൻ ആക്ടിവിറ്റീസ് അല്ലേ? ഹ്യൂമന്റെ ആക്ടിവിറ്റീസ് കാരണമല്ലേ ഇതൊക്കെ ഉണ്ടാവുന്നത്? സോ ഇറ്റ്സ് ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഇസ് ദാറ്റ് ക്ലിയർ? ഐ ഹോപ്പ് ദാറ്റ് കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് തന്നെയാണ്. മിനറൽസോ? അതെ, മിനറൽ എക്സ്ട്രാക്ഷൻ ഉണ്ടാവും. എക്സ്ട്രാക്ട് ചെയ്യുക, മിനറൽ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത് ഫുള്ള് എടുക്കുക. ഈ കാറിന് എടുക്കുക എന്നൊക്കെ പറയില്ലേ? എക്സ്ട്രാക്ട് ചെയ്യുക, മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യുക, എക്സ്ട്രാക്ഷൻ ഓഫ് മിനറൽസ്. അപ്പൊ ഈ മിനറൽസ് എങ്ങനെ എടുക്കുക, അതും പ്രശ്നമാണ്. സോയിൽ ഡിഗ് ചെയ്ത് തന്നെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിന് പല രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ മിനറൽ ലോസ് ആവും. ആ മിനറൽസും നമുക്ക് നമ്മുടെ നേച്ചറിന് അത് റിസോഴ്സ് അവൈലബിലിറ്റി കുറഞ്ഞു പോകും. അപ്പൊ ഇതൊക്കെ ആരാ ചെയ്യുക? ഹ്യൂമൻ ആക്ടിവിറ്റീസ്. എന്തിനു വേണ്ടിയിട്ട്? മണിക്ക് വേണ്ടി, ഫണ്ടിന് വേണ്ടിയിട്ട്. ഇനി നോക്ക്, കോളിന്റെ മിസ്യൂസിങ്ങും കോളിന്റെ ബേണിംഗ് ഒക്കെ പൊല്യൂഷനും ഉണ്ടാവും. അതിന്റെ നാശത്തിനും വേണ്ടി ഉണ്ടാവുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിലായിട്ട് പഠിക്കാനുണ്ട്. പെട്രോളിയം എങ്ങനെയാണ്? ഇറ്റ് ടേക്സ് മില്യൺസ് ആൻഡ് മില്യൺസ് ഇയേഴ്സ് ടു ഫോം പെട്രോളിയം. ഈ പെട്രോൾ ഉണ്ടാവാൻ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കുന്നുണ്ട്. എന്നിട്ടോ ഈ പെട്രോളിയം എന്താ പറയാ, നമ്മൾ തന്നെ എടുത്ത് നമുക്ക് ആവശ്യമുണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ ഇത് ഇങ്ങനെ ഓവർ യൂസ് ആവുമ്പോ നമ്മുടെ പെട്രോൾ ആയിട്ട് അത് കൺവേർട്ട് ചെയ്യാം, ഡീസലായിട്ടും ഒക്കെ ഈ പെട്രോളിയം പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് അത് കൺവേർട്ട് ചെയ്യാം, പെട്രോളിയം. അപ്പോ ഇത് നശിക്കപ്പെടുന്നുണ്ട്, ഇത് ഓവർ യൂട്ടിലൈസ് ആയി പെടുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മുടെ പെട്രോളിയം പ്രോഡക്ട്സ് ഒരു ഇൻഎക്സോസ്റ്റിബിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. പിന്നെയോ നാച്ചുറൽ ഗ്യാസസ് നമുക്ക് പഠിക്കാനുണ്ട് ഈ ടോപ്പിക്സ് ഡീറ്റെയിൽ ആയിട്ട്. നാച്ചുറൽ ഗ്യാസസും ഇതേ അവസ്ഥ തന്നെയാണ്. വല്ല രീതിയിൽ പൊല്യൂഷൻസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ നാച്ചുറൽ ഗ്യാസസ് ഡീഗ്രേഡ് ആയി പോകുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഇൻഎക്സോസ്റ്റിബിൾ നാച്ചുറൽ റിസോഴ്സും എക്സോസ്റ്റിബിൾ നാച്ചുറൽ റിസോഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് എക്സോസ്റ്റിബിൾ നാച്ചുറൽ റിസോഴ്സും ഇൻഎക്സോസ്റ്റിബിൾ നാച്ചുറൽ റിസോഴ്സും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു.